ഒരാളെ നമ്മൾ 100% സ്നേഹിച്ച് കെയർ ചെയ്ത് വിശ്വസിച്ച് അത്രയ്ക്ക് ചേർത്ത് നിർത്താൻ നോക്കിയിട്ട് പോലും ഒരാൾ നമുക്കൊരു വാല്യൂ തരാതെ നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്ത് നമ്മുടെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പക്ഷെ ഞാൻ എന്ത് ഫൂളായിരുന്നു, ഞാൻ അങ്ങനെ അയാളെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ച് നമ്മൾ സ്വയം കുറ്റപ്പെടുത്താറില്ലേ. പക്ഷെ ഫൂൾ ആവുക എന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിലെടുത്തുള്ള ഏറ്റവും ബ്രേവസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് അതെന്ന് തോന്നുന്നു. കാരണം സ്നേഹിക്കുക എന്ന് പറയുന്നതിന് ഒരു ധൈര്യം വേണം, അത് എല്ലാവരെ കൊണ്ടും സാധിക്കില്ല. നമ്മൾ അവർ തരുന്ന അത്രയും റെഡ് ഫ്ലാഗ്സ് കണ്ടിട്ടും അല്ലെങ്കിൽ അവർ നമുക്ക് തരാത്ത റെസ്പെക്ട് വാല്യൂ ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ടും അയാൾക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാൾ ബ്രോക്കൺ ആയിരിക്കും എന്ന് വിശ്വസിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അയാളെ ഹീൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ, ചേർത്ത് നിർത്താൻ, അല്ലെങ്കിൽ ആളുടെ എല്ലാ വിഷമങ്ങളിലും, അല്ലെങ്കിൽ ആളെ എത്ര ബാഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ഓക്കെ പോട്ടെ ആളെ നന്നാവും എന്നുള്ള ഒരു ഹോപ്പ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മോശമാവോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നുള്ളത് ഒരു റോങ് ആയിട്ടുള്ള കാര്യമായിട്ടോ കാണേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരാളെ സ്നേഹിക്കുക എന്നുള്ളതിന് ഒരുപാട് എഫേർട്ട് വേണം. നമ്മുടെ കാര്യങ്ങൾ മാറ്റി നിർത്തി ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് ഒരാളെ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുക, അയാളെ 100% സ്നേഹിക്കുക എന്നുള്ളത് ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. അങ്ങനത്തെ ഒരു ഡിസിഷൻ നിങ്ങൾ ലൈഫിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും അതേ പ്യൂർ ആയിട്ട് അല്ലെങ്കിൽ അത്രയ്ക്ക് 100% നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മീനിങ് കൂടെ അതിലുണ്ട്. അപ്പൊ ഈ റിലേഷൻഷിപ്പിന് പുറത്ത് വന്ന ശേഷം നിങ്ങളെ വേസ്റ്റ് ചെയ്ത ടൈം ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് എന്നുള്ളതോട് സ്വയം കുറ്റപ്പെടുത്തേണ്ട ഒന്നും ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ എന്നുള്ള ഒരു പേഴ്സന്റെ വാല്യൂ എന്തോരുണ്ട്, അല്ലെങ്കിൽ ഒരാളെ ലൈഫിൽ വന്നാൽ നിങ്ങൾക്ക് ഒരാളെ എന്തോരം സ്നേഹിക്കാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. സോ അതേ സ്നേഹം അന്ന് നിങ്ങൾ ഒരാൾക്ക് കൊടുത്തിട്ടുള്ള അതേ സ്നേഹം നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവാണ്. സോ അതോർത്ത് ഒരിക്കലും നമ്മളൊരു ഫൂളാന്ന് ചിന്തിക്കാനോ അല്ലെങ്കിൽ അതിനെ സ്വയം കുറ്റപ്പെടുത്താതെ ഇരിക്കുക. കാരണം നിങ്ങൾ അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഹാർഡായിട്ട് ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ?